നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫുൾ മാർക്ക് മേടിക്കേണ്ട ഒരുപാട് പേര് ഉണ്ട്, ഫുൾ മാർക്ക് മേടിക്കണം ആഗ്രഹമുള്ളവരുണ്ട്. അങ്ങനെയുള്ള വീഡിയോസ് 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പ്രോബ്ലംസിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ ഏകദേശം ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം, സംശയം വേണ്ട. അതിൻ്റെ നോട്ട്സ് എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട്. 36 മാർക്ക് മേടിക്കേണ്ടവർക്കുള്ള വീഡിയോ തന്നിട്ടുണ്ട്. ഇനിയും പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഓരോരോ ഒരു സ്വപ്നങ്ങളാണ്. ചിലർക്ക് ഫുൾ മാർക്ക് മേടിക്കണം, ചിലർക്ക് 36 മേടിക്കണം, ചിലർക്ക് 55 മേടിക്കണം, ചിലർക്ക് 18. ജയിച്ചാൽ മതി സാർ, ഇനി എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് പറയുന്നവർക്കുള്ളൊരു വീഡിയോ ആണ്. വളരെ ഷോർട്ട് വീഡിയോ, മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. ജയിക്കാൻ വേണ്ടിയുള്ള വീഡിയോ. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഉറപ്പിക്കാം, 100% ഉറപ്പിക്കാം, നിങ്ങൾ ജയിച്ചിരിക്കും. അന്നേരം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ജയിക്കാൻ വേണ്ടി പഠിക്കണം? ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ആദ്യത്തെ ചാപ്റ്ററിനകത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്, അത് വളരെ ഒരു 5 മിനിറ്റ് മതി പഠിക്കാൻ. യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്, യൂസസ് എങ്കിലും മിനിമം പഠിച്ചുകൊണ്ടിരിക്കുക. ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, v = u + at, s = ut + ½ at square, v² = u² + 2s, അതിന്റെ ഡെറിവേഷൻസ് പഠിക്കുക. s = ut + ½ at square ഗ്രാഫിക്കലി. ഞാൻ ഈ പറയുന്നത് സമയ നിബന്ധമായി നമുക്ക് പഠിച്ചു തീർക്കാം ഇതുമെല്ലാം. പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിനകത്തെ പാരലോഗ്രാം ലോയും ട്രയാങ്കിൾ ലോയും അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, പ്രൊജക്ടൈൽസും അതിന്റെ ഡെറിവേഷൻ, മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും. നാലാമത്തെ പാഠത്തിനകത്ത് ഫസ്റ്റോ സെക്കൻഡിലോ തേർഡിലോ ഇതിനൊന്നും ഒരു സമയം എടുക്കത്തില്ല. F = ma അങ്ങനെയുള്ള പ്രൂഫുകൾ നോക്കുക. ബാങ്കിങ് ഓഫ് റോഡ്സ് നോക്കണം, നിർബന്ധമായിട്ട് അതിന്റെ പ്രോബ്ലം നോക്കണം. പിന്നെ അഞ്ചാമത്തെ ചാപ്റ്ററിനകത്ത് ഇലിസ്ട്രേഷൻ ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡിയും പിന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് നോക്കുക, വർക്ക് എനർജി തിയറം നോക്കുക. പിന്നെ ആംഗുലർ മൊമെന്റത്തിന്റെ പ്രൂഫ് ഓഫ് ലീനിയർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റവും ആംഗുലർ മൊമെന്റവും അതിന്റെ പ്രൂഫ് നോക്കുക. ഏഴാമത്തെ ചാപ്റ്ററിനകത്ത് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത്, എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, അതിന്റെ ഡെറിവേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കൊണ്ട് വരും. ഇത്രയും ഒരുപാടില്ല, നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ എത്ര സമയമാണെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് മിനിമം ആണ് പറയുന്നത് 18 മാർക്ക്, മാക്സിമം ഒരു 25-30 മാർക്ക് വരെ കിട്ടും, ഉറപ്പിക്കാം. ഇത് എഴുതി വെച്ചങ്ങ് പഠിച്ചാൽ മതി. അന്നേരം സമയം കളയരുത്, ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് കാണുക. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ടെൻഷൻ ഉള്ളവരൊക്കെ ഒരുപാട് പേര് കാണും. നാളെയാണ് പരീക്ഷ. നന്നായിട്ട് പഠിക്കാൻ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് മാഷ് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.